ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൗദി അറേബ്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയില്ലെങ്കിലുള്ള പിഴയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് 60 ദിവസത്തിനുള്ളിൽ പുതുക്കിയില്ലെങ്കിൽ 61ാമത്തെ ദിവസം മുതൽ പിഴയായി 100 റിയാൽ ഈടാക്കുന്നതാണ്. ഈ തുക ഓരോ വർഷം കൂടുമ്പോഴും, അതായത് ഒരു വർഷം അടുത്ത വർഷം കഴിഞ്ഞാൽ 100 രൂപയായിട്ട് വീണ്ടും ഇരട്ടിയായിട്ട് വരുന്നതാണ്. ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും 100 രൂപ വെച്ച് ഇരട്ടി തുകയായി മാറുന്നതാണ്. അതുപോലെ തന്നെ പുതുക്കാത്ത ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ 300 മുതൽ 500 റിയാൽ വരെ നിങ്ങൾക്ക് പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ ക്യാൻസലായ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയോ ലൈസൻസ് ഇല്ലാതെയോ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിഴയായിട്ട് വരുന്നത് 500 മുതൽ 900 റിയാൽ വരെയുള്ള പിഴ മാത്രമായിട്ടോ, അല്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടുകയോ, അതുമല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയുള്ള ശിക്ഷയോ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ സൗദിയിലെ ട്രാഫിക് അതോറിറ്റി പറയുന്നത്, നിങ്ങൾ കൃത്യസമയത്ത് ലൈസൻസ് പുതുക്കാനും അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാതിരിക്കാനും ക്യാൻസലായ ലൈസൻസ് ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നതും വളരെ കുറ്റകൃത്യമായതിനാൽ ഇത് രണ്ടും ശ്രദ്ധിക്കാനായിട്ട്, പ്രത്യേകിച്ച് സൗദിയിലെ വിദേശ തൊഴിലാളികൾ ഈ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് സൗദി ട്രാഫിക് വിഭാഗം പറയുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സൗദി നിയമങ്ങളെ പറ്റിയുള്ള വീഡിയോകളാണ് എൻ്റെ ചാനലിലുള്ളത്. എല്ലാ ലിങ്കും തുറന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ സൗദി ലേബർ നിയമങ്ങളെ പറ്റിയുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിലൂടെ മറുപടി തരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്സപ്പിലെ വോയിസ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ്. അതിന് ഞാൻ കൃത്യമായ മറുപടി തരുന്നതാണ്. താങ്ക് യു.